അതെ, ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാവേ. നിങ്ങൾ ഇങ്ങനെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിൽ പറയണം കേട്ടോ. അത് പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് നമ്മൾക്കൊരു പ്രചോദനമാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യൂലേ. അപ്പോൾ ഞാനെങ്ങനെ വെക്കണമെന്ന് പറഞ്ഞുതരാവേ. അപ്പോൾ സവാള നന്നാക്കി വെച്ചിട്ടുണ്ട്, തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ സവാള ഇട്ട് കൊടുത്തു. ഒരു നുള്ളുപ്പും കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് പിന്നെ അതൊന്ന് വാടി വരുന്ന ടൈമിൽ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന ടൈമിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം മാറുന്ന ടൈമിൽ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണേ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം ഇടുന്നത് സ്കിപ്പായി പോയിട്ടുണ്ട്, എന്താണ് ഇവിടെ മിസ്സായി. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് എൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമ്മൾ ഞണ്ട് ഇട്ട് കൊടുത്തു. ഞണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം അപ്പം തന്നെ ഒന്നും വെള്ളം ഇറങ്ങണില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം ഇറങ്ങണത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ചാറൊന്ന് കുറുകി വരുന്ന സവാളയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ. വേവിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം വറ്റി വരുന്ന ടൈമിൽ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു പകുതി വേവാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നന്നായി ചാറ് കുറുകി വരുന്ന ടൈമിലാണ് ഞാൻ കുരുമുളക് പൊടിയും തുള്ളി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്കൊരു പ്രചോദനമാവണത്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും.